ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം. മനഃശാസ്ത്രം. രചന നിത്യചൈതന്യയതി. ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. ഭാരതീയ മനഃശാസ്ത്ര ചരിത്രം. തത്വജ്ഞാനികളും തപസ്വികളും അന്വേഷിക്കുന്നത് ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവുമാണ്. ജീവിതം അത്യന്തം സരളമാണ്. നിഷ്കൃഷ്ടമായ ഒരു കാലയളവിൽ, ചെറിയ ഒരു ദേശപരിധിയിൽ, ചെറിയ ഒരു ശരീരത്തിൽ ജീവിക്കേണ്ടി വരുന്നവരാണ് നാം. എന്നാൽ നമ്മുടെ മനസ്സാകട്ടെ ചരിത്രാതീതം മുതലുള്ള കാലത്തെയും ഭൂമണ്ഡലത്തിനപ്പുറത്തുള്ള ലക്ഷ്യങ്ങളെയും കൂടി ജീവിത താത്പര്യത്തിൽ ഉൾപ്പെടുത്തി ഒട്ടനേകം സാപേക്ഷ ഘടകങ്ങൾ അഥവാ റിലേറ്റീവ് ഘടകങ്ങൾ കൊണ്ട് ഓരോ നിമിഷവും ജീവിതത്തെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിന്റെ ഭ്രാന്തമായ ഒരു ചാബല്യത്താലല്ല. ജീവന്റെ പ്രവാഹത്തിൽ യാദൃച്ഛികമായി വന്നുചേരുന്ന ഒട്ടേറെ ബന്ധങ്ങൾ മൂലം മനുഷ്യന് പലതും അറിയേണ്ടതായി വരുന്നതുകൊണ്ടാണ്. ഭൂതവും ഭാവിയും ചേരേണ്ട പോലെ ചേർക്കാനും ഇണക്കാനും വർത്തമാനം മതിയാകുന്നില്ല. ഏതെങ്കിലും ഒരനുഭവത്തെ വർത്തമാനത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കുക. അതിലെ ഏറിയ പങ്കും പൂർവികമായ ഒട്ടേറെ സ്മരണകളോട് ഉത്കടമായി ബന്ധപ്പെട്ടിരിക്കും. അതിൽ നിന്നും ഭാവിയിലേക്ക് നീണ്ടുപോകുന്ന താത്പര്യങ്ങളെയും കാണുവാൻ കഴിയും. ഭൂതകാലത്തെപ്പറ്റിയുള്ള ഓർമ്മ കഴിഞ്ഞുപോയതിനെ പുനർജീവിക്കുവാനുള്ള ആസക്തി ഉണ്ടാക്കുന്നതോ പശ്ചാത്താപം കൊണ്ട് കലുഷമായതോ ആയിരിക്കാം. ഭാവിയെപ്പറ്റിയുള്ള പ്രതീക്ഷ പ്രത്യാശയും ഉത്കണ്ഠയും നിറഞ്ഞതായിരിക്കും. അങ്ങനെ നമ്മുടെ വർത്തമാനം ഭൂതകാലത്തിന്റെ ഉത്പന്നവും ഭാവിയുടെ വാഗ്ദാനത്തെ ഗോപനം ചെയ്യുന്നതുമാണ്. ഈ നിമിഷത്തിന്റെ സന്തോഷത്തെ ഒരു ഭൂതകാല സ്മരണയ്ക്ക് കൂടുതൽ മധുരതരമാക്കുവാൻ കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ വേദനാജനകമായ ഒരു ഓർമ്മ കൊണ്ട് ശബ്ദമാക്കുവാനും കഴിയും. കൺമുന്നിലുള്ള സാധ്യത കർമ്മോന്മുഖത വർദ്ധിപ്പിക്കും. പ്രത്യാശയോടെ ഉറ്റുനോക്കുവാൻ ഒന്നുമില്ലെങ്കിൽ നിരാശയുടെ പാഴ്ക്കുണ്ടിലേക്ക് മനസ്സ് തളർന്നു വീഴും. മനസ്സുകൊണ്ട് നിമിഷങ്ങളെ വേർതിരിക്കാമെങ്കിലും സംഭവങ്ങളെ വിഘടിതമാക്കിവെച്ച് പരിശോധിക്കാമെങ്കിലും ജീവിതത്തിൽ ഉടനീളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിഗതമായ ഒരു സവിശേഷത ഓരോരുത്തരിലും ഉണ്ടായിരിക്കും. അത് പ്രകാശവത്തായിരിക്കുമ്പോൾ ജീവിക്കാനുള്ള ത്വര അധികതരമായിത്തീരുന്നു. അത് കറുത്തിരുണ്ടുവരുമ്പോൾ എങ്ങനെയും ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നിപ്പോകുന്നു. ജീവിതത്തെ അർത്ഥപൂർണമോ അനർത്ഥകരമോ ആക്കിത്തീർക്കുന്ന മൂല്യദർശനത്തിന്റെ സാക്ഷാത്കാരമോ അതിൽ വരുന്ന പാളിച്ചയോ ആണ് ധർമാധർമ്മ നിരൂപണത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യനും ഓരോ നിമിഷത്തിലും അവന്റെ കണ്ഠത്തിലണിയുവാനുള്ള മൂല്യഹാരത്തിന്റെ നിർമ്മിതിയിലാണ്. ചിലർക്ക് അതിൽ കോർക്കുവാൻ കീർത്തിധാവള്യം കൊണ്ട് ശോഭയാർന്ന മുത്തുകൾ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് കിട്ടുന്നത് വെറും കുപ്പിക്കഷണങ്ങൾ മാത്രമായിരിക്കും. തലയോടും അസ്ഥിക്കഷണങ്ങളും കോർത്തുകെട്ടിയ മാലയണിയുവാൻ ഇടയാകുന്നവരും ഇടയ്ക്കും മുറയ്ക്കും ഉണ്ടാകാറുണ്ട്. ഓരോരുത്തരുടെയും ജീവിതമാകുന്ന ഹാരത്തിൽ ചേരുന്ന മണികളൊക്കെ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നതിനു മുൻപ് മൂല്യബോധം കൊണ്ട് നിറഞ്ഞ മനസ്സിന്റെ മധ്യബിന്ദുവായി ഒരു നിമിഷ നേരത്തേക്കെങ്കിലും പ്രകാശിച്ചിരിക്കും. ആ സമയത്ത് അഹംബുദ്ധിക്ക് ആ മൂല്യത്തോടുള്ള താദാമ്യവും ഉണ്ടാകാതിരിക്കുകയില്ല. സ്വാത്മസംബന്ധിയായ മൂല്യബോധങ്ങളുടെ ഒരു തുടർക്കഥയാണ് ജീവിതം. സ്വപ്നത്തിലും ജാഗ്രത്തിലും എന്നല്ല, സുഷുപ്തിയിലും സമാധിയിൽ പോലും കടന്നുപോകുന്ന നിമിഷങ്ങൾക്ക് ഒളിവായിരുന്നോ വെളിവായിരുന്നോ പ്രകാശം നൽകുന്ന ആത്മാവ് തന്നെയാണ് അന്വേഷണത്തിന് വിഷയമായി ഭവിക്കുന്നത്. എത്രയറിഞ്ഞാലും അറിഞ്ഞു തീർക്കുവാൻ കഴിയാത്ത ആത്മാവ് തന്നെയായിരുന്നു എന്നും മനുഷ്യന്റെ പ്രിയപ്പെട്ട അന്വേഷണ വിഷയം. ആത്മാവിനെപ്പറ്റിയും മനസ്സിനെപ്പറ്റിയും ശരീരത്തെപ്പറ്റിയുമുള്ള അന്വേഷണം എവിടെയിരുന്ന് ആരു ചെയ്താലും അതിന്റെ അന്വേഷണ പരിധി ബോധമായിരിക്കും. അന്വേഷകന്റെ ബോധം സ്വയമേ പ്രകാശിക്കുന്നതായ
Sample complete. Ready to continue?